ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളൊരു സൈറ്റ് വിസിറ്റിന് പോയപ്പോൾ കണ്ട ഒരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിച്ച് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. എറണാകുളം പ്രോപ്പറായിട്ട് പറഞ്ഞാൽ കിഴക്കമ്പലം ടു കൊല്ലം മാവേലിക്കരയാണ് സൈറ്റ് വരുന്നത്. അപ്പോൾ ആ റൂട്ടിൽ വരുന്ന ഒരു കാര്യമാണ്. പിന്നെ വേറെ കുറച്ച് സൈറ്റിൽ കുറച്ച് വീഡിയോസ് എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ. 437 ഫോളോവേഴ്സുള്ള എനിക്കൊക്കെ ആര് പ്രൊമോഷൻ തരാനാണ്. ഞങ്ങൾ തലേദിവസം തന്നെ ഇറങ്ങി. എന്നിട്ട് എവിടെയെങ്കിലും റിഫ്രഷ് ചെയ്തിട്ട് മോർണിംഗ് ഫ്രഷ് ആയിട്ട് പോകാം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങാറ്. നൈറ്റ് കുറച്ച് വർക്ക് തീർക്കാനും ഉണ്ട്. അതൊക്കെ തീർത്തിട്ട് രാത്രി ലേറ്റായി കിടന്നിട്ട് പിന്നെ മോർണിംഗ് ലേറ്റായി എഴുന്നേറ്റ് പിന്നെ എല്ലാ കാര്യവും ലേറ്റായി പോകും. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നത്. ദൂരെ എവിടെയെങ്കിലും പോകാനൊക്കെ ഉണ്ടെങ്കിൽ തലേദിവസം തന്നെ ഇറങ്ങും, എവിടെയെങ്കിലും റിഫ്രഷ് ചെയ്യും, അത് കഴിഞ്ഞ് മോർണിംഗ് ഫ്രഷ് ആയിട്ട് പോകും. പിന്നെ ഞങ്ങൾ പോയത് ന്യൂ ഇയറിൻ്റെ ടൈമിലായിരുന്നു കേട്ടോ. റോഡ് കംപ്ലീറ്റ് ഫുൾ ഓഫ് ലൈറ്റ്സ് എന്ന് പറഞ്ഞ പോലെ ആയിരുന്നു. പിന്നെ പള്ളികളിൽ പെരുന്നാളുകളും അമ്പലങ്ങളിലെ ഉത്സവവും എല്ലാം നല്ല പോലെ നടക്കുന്ന സമയത്തായിരുന്നു ഞങ്ങൾ പോയത്. റോഡ് കംപ്ലീറ്റ് കാണാൻ നല്ല രസമായിരുന്നു, പ്രദക്ഷിണങ്ങളും ഉത്സവങ്ങളും എല്ലാമായിട്ട്. പിന്നെ ഞാൻ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യാൻ പോയ ഒരു ബെഡ്ഷീറ്റ് കയ്യിൽ കരുതും കേട്ടോ, അവിടെ സ്റ്റേ ചെയ്യുന്നിടത്ത് ഇടാൻ വേണ്ടിയിട്ട്. കാരണം എനിക്ക് സ്വന്തമായിട്ടൊരു ബെഡ്ഷീറ്റ് സ്റ്റോർ ഉള്ളതിൻ്റെ അഹങ്കാരമൊന്നും ആയിട്ട് കരുതണ്ട. ചെറുതായിട്ട് OCD ഉണ്ടോയെന്ന് ചോദിച്ചാൽ അതുമാണെന്ന് പറയാൻ പറ്റില്ല. കാരണം OCD എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഡിഫറെൻറ്റ്. പലരും ഈ ക്ലെൻലിനെസ്സിനെ OCD ആയിട്ട് തെറ്റിദ്ധരിച്ച് പറയാറുണ്ട്. എനിക്ക് ഭയങ്കര OCD ഉള്ള ആളാണെന്നൊക്കെ പറയാനായിട്ടുണ്ട്. OCD എന്ന് പറയുന്നത് സൈക്കിൾ ഓഫ് അൺവാണ്ടഡ് റെപ്പിറ്റേറ്റീവ് ബിഹേവിയറാണ്. നമുക്കൊരു കാര്യം ഇപ്പോൾ കൈ കഴുകിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ കുളിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ലെറ്റേഴ്സ് എഴുതുമ്പോൾ പലർക്കും OCD കാണാറുണ്ട്. കാരണം അവർക്കത് നിർത്താൻ പറ്റില്ല. ചില കാര്യങ്ങൾ എഴുതിക്കൊണ്ടേയിരിക്കും, അവർ റിപ്പീറ്റഡായിട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിനെയാണ് നമ്മൾ OCD എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് എനിക്ക് OCDനെ കുറിച്ച് മനസ്സിലായിട്ടുള്ളത്. പിന്നെ എനിക്ക് OCD ഒന്നുമില്ല, പക്ഷെ കുറച്ച് വൃത്തി കൂടുതലുണ്ട്. വൃത്തി മീൻസ് വേറെ ആൾ പലരും ഉപയോഗിച്ച ബെഡ്ഷീറ്റ്സ് യൂസ് ചെയ്യുക, അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒരുപാട് പേര് ഉപയോഗിച്ച അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചിലർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ ഈ ഒരു സംഭവം കാണുമ്പോൾ പൊന്നൂസ് എപ്പോഴും ചോദിക്കും, ഇതെന്താ അമ്മ ഈ പന്തലിങ്ങനെ ഇട്ടിരിക്കുന്നതെന്ന്. കോട്ടയം റൂട്ട് പോകുന്നവർ സ്ഥിരം കാണുന്ന ഒരു കാഴ്ചയാണല്ലോ ഇത്. പിന്നെ നമ്മുടെ ലുലു മോള്, ഈ ക്രിസ്മസ് ന്യൂ ഇയർ സീസൺ ആയതുകൊണ്ട് നല്ല വൈബായിരുന്നു ലുലു മോളിൽ. നമ്മൾ എറണാകുളം ലുലു മോളിലൊക്കെ പോകാറുണ്ടെങ്കിലും കോട്ടയത്ത് ഇതുവരെ കയറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ സൈറ്റ് വിസിറ്റ് കഴിഞ്ഞ് തിരിച്ച് വരുന്ന വഴിക്ക് ലുലു മോളിൽ കയറാമെന്ന് പറഞ്ഞിട്ട് പൊന്നൂസിനോട് പറഞ്ഞ് ആശ്വസിപ്പിച്ച് നമ്മളങ്ങനെ പോവുകയാണ്. പിന്നെ മെയിനായിട്ട് ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഈ ഒരു റൂട്ട് പോകുന്നവർക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും കംഫർട്ടബിൾ ആയിട്ടും സ്റ്റേ ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണത്. എനിക്ക് അവിടുത്തെ ഫെസിലിറ്റീസാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അഫോർഡബിൾ പ്രൈസിൽ ഇത്രയും നല്ല ഫെസിലിറ്റീസോട് കൂടിയിട്ട് ഒരു നല്ല ഇൻറ്റീരിയറൊക്കെ ചെയ്തിട്ട് ഒരു റിഫ്രഷ്മെൻറ്റിന് പറ്റിയ വേറൊരു റൂം ഞാൻ വേറെ കണ്ടിട്ടില്ല. അപ്പോൾ ഇവിടെ നല്ലപോലെ ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട്. സീലിംഗ് ഡിസൈൻസൊക്കെ ഒരു ലക്ഷറി ഫീൽ തന്നെയാണ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം, ഒരു മിനി കിച്ചൺ ഉണ്ട്. ലിവിങ്, ഡൈനിങ്, കിച്ചൺ, ബെഡ്റൂം, ദെൻ വാഷ്റൂം ഏരിയ, ഇത്രയാണ് ഉള്ളത്. ആ ഒരു മിനി കിച്ചൺ സെറ്റപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് നല്ല ത്രോട്ട് പെയിൻ ഉണ്ടായിരുന്നു, സൗണ്ട് ഒട്ടും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞങ്ങൾ എവിടെ പോയാലും ഇലക്ട്രിക് കെറ്റിൽ എടുക്കാറുണ്ടായിരുന്നു, പക്ഷെ അന്ന് അത് എടുക്കാൻ മറന്നുപോയി. പിന്നെ അവിടെ ഇലക്ട്രിക് കെറ്റിൽ കണ്ടു കഴിഞ്ഞപ്പോൾ ഒത്തിരി ആശ്വാസമായി. ചൂടുവെള്ളമൊക്കെ ഉണ്ടാക്കി ത്രോട്ടൊക്കെ സെറ്റാക്കിയിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. പിന്നെ ഈ ഒരു ഡൈനിങ് ഏരിയ, ചെറിയ ഒരു മീലൊക്കെ പ്രിപ്പ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. പിന്നെ ചെറിയൊരു മിനി ഫ്രിഡ്ജ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് തന്നെ ഒരു മിനി കുക്കിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്. എല്ലാം മിനിമലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അവിടെ ഹോബ് കൊടുത്തിട്ടുണ്ട്. ബ്രാൻഡഡ് പ്രൊഡക്ട്സ് ആണ്, ഫേബറിൻ്റെ ഹോബാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. എല്ലാം ബ്രാൻഡഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അപ്ലയൻസസും ഒക്കെ ആയിട്ടാണ് അത് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ലിവിങ് ഏരിയ കാണാൻ തന്നെ നല്ല ഒരു ലുക്കായിരുന്നു, ഒരു ലക്ഷറി ഫീലായിരുന്നു. പിന്നെ ബെഡ്റൂമിൻ്റെ സൈഡിലായിട്ട് തന്നെയാണ് ഒരു വാഷ്റൂം കൊടുത്തിട്ടുള്ളത്. അത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് ഒരു ഗ്ലാസ് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ കിടക്കുന്നതിന് മുമ്പ് ഒരു റൗണ്ട് ഉനോ കളിക്കണമെന്ന് പൊന്നൂസിന് വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഒരു റൗണ്ട് ഉനോ ഒക്കെ കളിച്ച് പൊന്നൂസിൻ്റെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. പിന്നെ പിറ്റേ ദിവസം ഞങ്ങൾ രാവിലെ തന്നെ കുളിച്ച് റെഡിയായി. പൊന്നൂസിന് എങ്ങനെയൊക്കെ മുടി കെട്ടിയാലും ഓക്കെ ആവില്ല. ഞാനും ചെറുപ്പത്തിൽ ഇങ്ങനെ തന്നെയായിരുന്നു. ഡെയിലി മുടിയുടെ തുമ്പ് വെട്ടിക്കളയുമായിരുന്നു. കാരണം എങ്ങനെ കെട്ടിയാലും മുടി കറക്റ്റ് ലെവലിൽ കിടക്കില്ല. ചെറുതായിട്ട് OCD ഉണ്ടെന്ന് തോന്നണമല്ലേ. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ റൂം. 2000 ബിലോ റേഞ്ചിൽ അഫോർഡബിൾ പ്രൈസാണ്.
ഇത്രയും നല്ലൊരു ഫെസിലിറ്റീസൊക്കെ. അപ്പോൾ ഞാൻ ലൈറ്റ്സ് എല്ലാം ഓഫ് ചെയ്തു, ഒന്നുകൂടി റീചെക്ക് ചെയ്തു എന്തെങ്കിലും മിസ്സായിട്ടുണ്ടോയെന്ന്. അപ്പോൾ ടാറ്റ ബൈ ബൈ.